നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് ആശാ വർക്കർമാരുടെ സമരം. അവരുടെ ഓണറേറിയം അടക്കം കൂട്ടി ലഭിക്കാനായി അവർക്ക് ഈ സമൂഹത്തിൽ എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാനായുള്ള ഒരു വർധനമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓരോ ദിവസവും അവരുടെ സമരത്തിന് വല്ലാതെ വീര്യം കൂടുന്നുണ്ട്, പിന്തുണയും കൂടുന്നുണ്ട്. ഒട്ടും പിറകോട്ടില്ലാതെ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടവരെ അവർ ആ തരത്തിൽ തന്നെ നേരിടുന്ന പശ്ചാത്തലം നമ്മൾ കാണുകയാണ്. അങ്ങനെ ആവേശകരമായി ഏറെ ജനപിന്തുണയോടെ ആ സമരം പുരോഗമിക്കുകയാണ്. തുടക്കത്തിൽ അങ്ങനെ കാര്യമായ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ പോലും അവരുടെ തന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആവലാതികൾ ജനം കേട്ടതോടെ വലിയ പിന്തുണ സംസ്ഥാന വ്യാപകമായി ഈ സമരത്തിൽ ലഭിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും BJPയും അടക്കം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. ഇന്ന് 15ാം ദിവസമാണ് ഈ സമരത്തിൽ. സമരം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ സമരക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലും ശക്തമാകുന്നു എന്ന വിവരമുണ്ട്. വി വിനോദ് ശരിയാണ്. വിനോദ്, ഈ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിൽ കാര്യങ്ങൾ ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, സമരം 15ാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ രാപ്പകൽ സമരം നടക്കുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കുക, ഇപ്പോൾ കുടിശ്ശികയുള്ള 2 മാസത്തെ ഓണറേറിയവും അതോടൊപ്പം തന്നെ 3 മാസത്തെ ഇൻസെൻറ്റീവും അത് നൽകുക, പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർ അവരുടെ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇതിൽ പൂർണ്ണമായും അനുഭാവമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭാവപൂർണ്ണമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന സേവന വേതന വ്യവസ്ഥയേക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിലുള്ളത്. 7,000 രൂപ അവർക്ക് സംസ്ഥാനത്തിൻ്റെ ഓണറേറിയമായി വരുന്നു, 3,000 രൂപ ഏതാണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള തുക വരുന്നു. അതിനപ്പുറം ഇവർക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്ന തുകയുണ്ട്. 14,000 മുതൽ 16,000 രൂപ വരെ വാങ്ങുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആശമാരുണ്ട് എന്നൊരു കാര്യം സർക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സമരത്തെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ ഇടപെടൽ അതുകൂടി ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം 26,000 ആശാ വർക്കർമാർ സംസ്ഥാനത്തുള്ളതിൽ ഏതാണ്ട് 21,000-ലധികം പേർ CITUവിൽ അഫിലിയേറ്റഡായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ ഇപ്പോഴും ഈ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യമാണ് ഈ സമരത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇത് SUCIയുടെ നേതാവിൻ്റെ ഭാര്യ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അതെങ്ങനെയാണ് ആശാ വർക്കർ അല്ലാത്തൊരാൾ ഇതിൻ്റെ ഭാഗമായി ഈ സമരത്തിനെ ഏറ്റെടുത്ത് വരുന്നത് എന്നൊരു ചോദ്യം ഒരു വശത്ത് അവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് BJP നേതാക്കളൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി വരുന്നുണ്ട്. സാധാരണ നിലയിൽ നമ്മളത് കാണേണ്ടത് അടിസ്ഥാന ജനവിഭാഗമായ ആശാ വർക്കർമാരോട് സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാലത്തും ഇങ്ങനെ സമരം നടത്തുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കാറുണ്ട്. ആ തരത്തിൽ കാണാം. അതിനപ്പുറം സർക്കാർ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ആരോപിക്കുന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. പൊതുവിൽ സർക്കാരിന് അവമതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അവിടെയും ഈ PSC അംഗങ്ങളുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്, സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്, KV തോമസിൻ്റെ യാത്രാപ്പടി 11 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തിയത്, ഇത്രയും വലിയ തുകകൾ ചെലവഴിച്ച് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ആഡംബരം എന്ന നിലയിൽ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ താഴെത്തട്ടിലെ ജനങ്ങളോട് കുറച്ചുകൂടി ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യമന്ത്രി നേരത്തെ എടുത്ത നിലപാടാകട്ടെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൃത്യമായി കിട്ടുന്നില്ല എന്ന കാര്യമാണ്. താൻ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ആശമാരോടൊപ്പം താനും ഡൽഹിക്ക് വരാൻ തയ്യാറാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലെത്തിയപ്പോൾ അവിടെ പ്രവേശനാനുമതി നൽകിയില്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അതും ആരോഗ്യമന്ത്രി തള്ളി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പറയുന്നു. അതോടൊപ്പം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ നിയമ നടപടികൾ, ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള നിയമ നടപടികൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇടപെടണം ഈ വിഷയത്തിൽ. ഇടതുമുന്നണിയിൽ അങ്ങേരെ ആവശ്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. കാരണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും സമരക്കാരെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്താൽ ഒരു മയം ഈ സമരത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. CPMന്റെ മൊത്തത്തിലുള്ള ഒരു സംവിധാനം ഈ സമരത്തിനെതിരാണ്, സർക്കാർ ഒക്കെ സമരത്തിനെതിരാണ് എന്ന് നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ കൂടി മനസ്സിലാക്കുന്നുണ്ട്.
സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന വാദം CPM-നുള്ളിൽ ശക്തവുമാണ്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടോ വിനോദ്? രഞ്ജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ സമരക്കാരുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനോട് അവർക്കും വിമുഖതയില്ല. കാരണം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചകൾ ഏതെങ്കിലും ഒരു സാധ്യത ഇത് അനുരഞ്ജനമായി ഇത് അല്ലെങ്കിൽ ഒരു സമവായത്തിൽ കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ സർക്കാരിന് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിലാണ് ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നത്. എന്നാൽ NK പ്രേമേന്ദ്രൻ, അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ഈ NHM വഴി ഉള്ള തുക അതിൻ്റെ 90% നൽകിക്കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്ന വാദം എത്രമാത്രം ശരിയെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥയാണ് ആശമാർക്ക് സംസ്ഥാനത്ത് നൽകുന്നത് എന്ന കാര്യം സർക്കാർ പറയുന്നു. 2 മാസത്തെ കുടിശ്ശിക, അതോടൊപ്പം തന്നെ 3 മാസത്തെ ഇൻസെൻറ്റീവ് ഇത് നൽകാൻ കഴിയുന്ന കാര്യമാണെന്ന് പറയുന്നു. അത് പെട്ടെന്നൊരു സമരത്തിലേക്ക് പോയതിന് പിന്നിലാണ് സർക്കാർ ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. ആശമാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്സിനേഷൻ ഉൾപ്പെടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിൻ്റെ മുൻനിര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗമാണ്. ഈ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവരെ ഒരു ജീവനക്കാരായി പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാക്കിയോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കിയോ മാറ്റിയിട്ടില്ല. ഒരു ജീവനക്കാർ എന്ന പരിഗണന പോലും നൽകിയിട്ടില്ല. കേന്ദ്രത്തിനെതിരെയല്ലേ അങ്ങനെയെങ്കിൽ സമരം ചെയ്യേണ്ടതെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സമരം നീണ്ടുപോകുന്നത് പൊതുവിൽ നല്ല കാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആശമാർ ഒട്ടും പുറകോട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവർ സമരരംഗത്ത് തുടരും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. BV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.